നമുക്കിന്ന് വിറകടുപ്പിൽ നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ? എന്നാൽ വറുത്തരച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്ക്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 മുറി ചിരുകിയ തേങ്ങ, നല്ലതുപോലെ മൂക്ക വറുത്തെടു. ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, 5 ഗ്രാമ്പു. കുറച്ച് മൂത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പിലൂടെ ഇട്ടു കൊടുക്കും. കുറച്ച് കുരുമുളക് കൂടെ ഇനി ചേർത്ത് കൊടുക്കുക. നോക്ക്, തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി തട്ട്, മല്ലിപ്പൊടി തട്ട്, മഞ്ഞപ്പൊടിയും കൂടെ തട്ടിക്കൊടു. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറക്കി വെച്ചാലും കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇല്ല, വെള്ളക്കോഴിയില്ല, നാടൻ കോഴി. നാടൻ കോഴികൾ വീട്ടിലെന്ന് പറഞ്ഞാൽ അന്ന് ഒരു കോഴി വീട്ടിൽ വാങ്ങിച്ചിട്ട് വയ്ക്കാനുള്ള കഴിവുകളില്ല. വാങ്ങിച്ച് 2-3 പേര് കൂടി പങ്കിട്ട് അറുത്ത് പങ്കിട്ട് 2-3 പാർട്ടിക്കാരായിട്ടാണ് എടുക്കണം അല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പക്ഷേ അത് എല്ലാവരും കൂടിയും ചെയ്യും. പൈസകൾ കുറേശ്ശെ മതിയല്ല. പിന്നെ അതിലൊരു പങ്ക് കൊണ്ടുവന്ന് പിന്നെ അപ്പനെ ഈ കറി വയ്ക്കുന്നതൊന്നും ഇഷ്ടമില്ല. ഇതെല്ലാം പൊരിക്കണം. തോരൻ നാടൻ കോഴി. പക്ഷേ തോരൻ തന്നെ നല്ലത്. നമുക്കിനി ഒരു ദിവസം നാടൻ കോഴി വെച്ച് തോരൻ വയ്ക്കാം. തോരനാണ് ഇഷ്ടം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴണ്ട് വന്ന ശേഷം തക്കാളി ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് കുറച്ച് വെച്ചിടാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ തക്കാളി തട്ടി കൊടുക്കുക. എല്ലാം ഇടണം. തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ട് ചിക്കൻ പറക്കി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇളക്കി കൊടുക്കാം.
ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ചിക്കൻ വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കരിയപ്പല കൂടെ തൂറ്റി കൊടുക്കുക. അടച്ച് വെച്ച് 10 മിനിറ്റ് കൂടെ വേവിക്കാം. വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും അപ്പം പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോംബോ റെഡി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.